വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ജന്മനാ കാലുകൾക്ക് ചലനശേഷിയില്ലാത്ത മുനീഫിന്റെ പഠന സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒപ്പം നിന്നപ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കാണ് ചിറക് വെച്ചത്. അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശി BBA വിദ്യാർത്ഥിയായ മുഹമ്മദ് മുനീഫിന് പഠനം തുടരാൻ മുച്ചക്ര വാഹനം സമ്മാനിച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ചേർത്ത് നിർത്തിയത്. മഞ്ഞളാംകുഴിയാലി MLA മുനീഫിന് മുച്ചക്ര വാഹനം കൈമാറി. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പുത്തനങ്ങാടി മുജീബിന്റെ മകൻ മുഹമ്മദ് മുനീഫ് ജന്മന ചലനശേഷിയില്ലാത്ത കാലുകളിലേക്ക് നോക്കി 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്. വിധിയെ തോൽപ്പിച്ച് പഠന മികവിലൂടെ ഉയരങ്ങൾ കീഴടക്കാനുള്ള മുനീഫിന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ തടസ്സമായത് കോളേജിലെത്താൻ ഒരു വാഹനമില്ലാത്തതാണ്. BBA വിദ്യാർത്ഥിയായ മുനീഫിന് പഠനം മുടങ്ങാതിരിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒപ്പം നിന്നു. മുനീഫിന്റെ പിതാവ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് അബൂ ത്വാഹിർ തങ്ങൾ എന്നിവരെ ആവശ്യമറിയിച്ചു. പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയും പുത്തനങ്ങാടി യൂണിറ്റ് കമ്മിറ്റിയും കൈകോർത്തപ്പോൾ പൂർണ്ണ സഹകരണവുമായി പ്രിൻസ് TVSഉം ഒപ്പം നിന്നു. അതോടെയാണ് വീൽചെയറിൽ നിന്നും മുച്ചക്ര വാഹനത്തിൽ മുനീഫിന് കോളേജിൽ പോകാനുള്ള അവസരമൊരുങ്ങിയത്. വിധിയെ തോൽപ്പിച്ച് പഠന മികവിലൂടെ തന്റെ സ്വപ്നങ്ങൾ കീഴടക്കാൻ മുനീഫിന് ഇനി സ്വന്തം മുച്ചക്ര വാഹനത്തിൽ യാത്ര തുടരാം. സന്തോഷമായില്ലേ? എന്ത് തോന്നുന്നു? ഇങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിരുന്നോ? ഒരു സർക്കാർ സംവിധാനത്തിന്റെ സഹായമില്ലാതെ ഈ പഞ്ചായത്തിലെ ഒരു വൈസ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് അങ്ങ് ശ്രമിച്ച് നടത്തി. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ വൈസ് പ്രസിഡന്റിന്റെ പരിശ്രമ ഫലമായിട്ടാണെങ്കിലും ഈ പ്രിൻസ് TVS ഇതൊക്കെ ഈ വാഹനം തരാൻ തയ്യാറായെങ്കിൽ അവരെ കുറിച്ച് എന്ത് തോന്നുന്നു? എന്തായാലും നന്നായിട്ട് പഠിച്ചു മിടുക്കനാവുക. ഇനി പോകാനൊരു വാഹനമായില്ലേ? പ്രിൻസ് TVSൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മഞ്ഞളാംകുഴിയാലി MLA മുനീഫിന് മുച്ചക്ര വാഹനം കൈമാറി. നല്ലവരായ കുറച്ച് ആൾക്കാരുടെ സമഫലമായി വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. മോനെ കോളേജിൽ പഠിക്കുകയാണ്, BBAക്ക് സെക്കൻഡ് ഇയർ ആണ്. കോളേജിൽ പോകാനും വരാനും വളരെ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കിയതിലാണ് ഇതേ രീതിയിലുള്ള ഒരു പദ്ധതിക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയും. പ്രിൻസ് TVSന്റെ സമ്മാനം മാനേജിംഗ് ഡയറക്ടർ മുനീഫിന് കൈമാറി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ സലീന താണിയൻ, ഫൗസിയ തവളയങ്കൽ, വാർഡ് മെമ്പർ അൻവർ സാദത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹർബാൻ, മുസ്ലിം ലീഗ് നേതാക്കളായ അബൂ ത്വാഹിർ തങ്ങൾ, ഹാരിസ് കളത്തിൽ, ഹുസൈൻ ചോലയിൽ, പ്രിൻസ് TVS മാനേജിംഗ് ഡയറക്ടർ ശ്രീദേവ്, മാനേജർ ഷമീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമുക്കത് പെട്ടെന്ന് സർക്കാർ സംവിധാനം, പഞ്ചായത്ത് സംവിധാനമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു BBA വിദ്യാർത്ഥി, ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് കോളേജിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളത് പല ആളുകളെയും സമീപിച്ചു. പ്രധാനമായിട്ട് നമ്മൾ TVSന്റെ ഓണറെ അടക്കം, മാനേജർ ഷമീം, ശ്രീദേവ് സാറടക്കം നമ്മൾ ഈ അവസരത്തിൽ ആ കടപ്പാട് നന്ദി അറിയിക്കുകയാണ് ഭരണസമിതിയുടെ. കാരണം ഞങ്ങൾ ഇവിടുത്തെ പല ഷോറൂമുകളെയും സമീപിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് സഹകരിക്കാം, ഞങ്ങൾ പലർക്കും കൊട്ടേഷൻ കൊടുത്തിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഞങ്ങളെ കൂടെ നിന്നതാണ് ഈ TVSന്റെ സ്ഥാപനം. അവിടുത്തെ സ്റ്റാഫിനെയും ഓണറെയും മാനേജ്മെൻറ്റിനെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നല്ലൊരു വെൽക്കമാണ് തന്നത്. കേവലം 500 വണ്ടികൾക്ക് താഴെ മലപ്പുറത്ത് TVS വിറ്റുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് നമ്മളോട് TVS മോട്ടോർ കമ്പനി ഇവിടെ ഒരു ഡീലർഷിപ്പ് ഇടാൻ ഞങ്ങൾ കോഴിക്കോടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ കഴിഞ്ഞ ഓണത്തിനും ഞങ്ങൾക്കിപ്പോൾ ഒരു 2000-ലധികം വാഹനം ഈ കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു വൻ വിജയമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ നൂലാമാലകളിൽ കുരുങ്ങി അർഹതപ്പെട്ടവർക്ക് പല സഹായങ്ങളും കിട്ടാൻ വൈകുമ്പോൾ ഇത്തരം ചേർത്ത് പിടിക്കലുകളാണ് നാടിനു വേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങാടിപ്പുറത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.